ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോകണ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോവാണ്ടാ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്. ഞാനും ആദംകുട്ടനും കൂടിയാണ് പോണത്. ഞാൻ എവിടെ പോവാണെങ്കിലും ആദം ഉണ്ടാവും. ആദത്തിന് ഒറ്റയ്ക്ക് നിർത്തി പോവാൻ എനിക്ക് പേടിയാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് അവനെ കൊണ്ടുപോകാണ്ട് പോവാം, ഇന്ന് വീട്ടിൽ നിർത്താം എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് പേടിയാണ്. ഒന്നാമത് അകലേക്കാണ് പോണത്. ഇവനെ കരഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിക്കും രണ്ടുപേരും കൂടി ഒരുമിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോ. അപ്പോൾ അബ്രുവിനെ എന്തായാലും ഇവിടെ നിർത്തിയിട്ടാണ് പോണത്. ആദത്തിനെയും കൊണ്ടാണ് ഞാൻ പോണത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറുമ്പൊന്നും കാണിക്കാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്നോളെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോണത്. ഇനിയിപ്പോൾ നമുക്ക് ഏൽപ്പിച്ച് ചായ കൊടുക്കണം. അതുപോലെ തന്നെ എന്തിനാണ് ലോങ് യാത്ര ആയതുകൊണ്ട് തന്നെ കട്ടൻ ചായയും ഇതൊക്കെ കൊടുക്കുക, റസ്ക കൊടുക്കണുള്ളൂ. കാരണം ഈ പാലൊക്കെ കൊടുക്കുമ്പോഴേ ഛർദ്ദിക്കാനുള്ള സാധ്യത ചിലപ്പോൾ കൂടുതലാണ്. ഇന്ന് നമ്മുടെ അടുത്ത സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, ഇന്ന് VFSന്റെ അപ്പോയിൻമെന്റ് ആണ്. അപ്പോൾ കൊച്ചിക്ക് പോകണം. എനിക്ക് സത്യത്തിൽ ഈ വഴി കാര്യങ്ങളൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞേക്കുന്നത് കലൂരി ചെല്ല, അവിടെ നിന്ന് ഏതൊരു ബസ് ഉണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ VFS ഓഫീസിൻ്റെ അവിടെ നിർത്തും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിക്കാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെയാണ് പോണത്. അന്ന് ഞങ്ങൾ മെഡിക്കലിന് പോയിപ്പോൾ ഇവിടുന്ന് 8 മണിക്ക് പോയിട്ട് 11:30ക്കാണ് എത്തിയേക്കുന്നത്. ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് 12 മണിക്കാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് റിപ്പോർട്ടിംഗ് ടൈം. അരമണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് അരമണിക്കൂർ മുന്നേ അവിടെ എത്തണം. അതിന് അരമണിക്കൂർ മുൻപ് എത്തിയാൽ നമ്മുടെ ആദംകൂട്ടൻ എന്തെങ്കിലും വാങ്ങി കൊടുത്ത് അവനൊക്കെ ഒന്ന് ഫ്രഷാക്കി മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അവൻ ഓക്കെ ആവുള്ളൂ. കാരണം ബസ്സിൽ ഇത്ര ദൂരം ഇരുന്ന് കഴിയുമ്പോഴേക്കും ആളൊരു വയ്യാണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോഴേക്കും ആൾക്കൊരു ഉഷാറ് കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ 11 മണിയാകുമ്പോൾ VFSന്റെ ഓഫീസിലെത്തണം. അങ്ങനത്തെ ഒരു പ്ലാനിൽ ഞങ്ങളിപ്പോൾ 7 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചേക്കണത്. 7 മണിക്ക് ഇറങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കണേ. 7 മണിക്ക് ഇറങ്ങാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. ഇവനെ ഇനി കുത്തിപ്പൊക്കി ഏൽപ്പിച്ച് ചായ കൊടുക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്ര പെട്ടെന്ന് വേഗം എത്തുന്നു. പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബാഗ് കാര്യങ്ങൾ ഇവനെ കൊണ്ടുപോകണോണ്ട് തന്നെ ബാഗിൽ ഇവനുള്ള ഡ്രസ്സ് ഞാനൊരു അഡീഷണൽ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടർക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ബസ്സിലൊക്കെ വെച്ച് നമുക്ക് ആദ്യം ഹെൽപ്പ് ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ആകെപ്പാടെ പകച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇവനാവശ്യമുള്ളതായിട്ടുള്ള സാധനങ്ങൾ, ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി റീചെക്ക് ചെയ്യണം. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊരു സെക്കൻഡ് ഒന്നുകൂടി നോക്കണം. പോണ സമയത്ത് ഏതെങ്കിലും ഇവിടുന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവനെയും കൊണ്ട് ഇത്ര ദൂരം പോയത് വെറുതെ ആയിപ്പോവും. അത് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ഫയലൊക്കെ ഞാൻ സെറ്റാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അബ്രുവിന് പിന്നെ അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തോളും. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കൊക്കെ എന്തെങ്കിലും അമ്മച്ചി അപ്പച്ചനുണ്ടല്ലോ, രണ്ടുപേരും കൂടി. അബ്രു ഓക്കെ ആയിരിക്കും. അബ്രുവിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാവാറില്ല. ഞാൻ മെഡിക്കലിന് പോയപ്പോൾ വീട്ടിലേക്ക് വിളിച്ചിട്ടേ ഉണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല അബ്രു ഓക്കെ ആയിരിക്കും എന്നുള്ളത്. ബാഗിൽ ഇങ്ങനെ എന്തും വെക്കാനുണ്ടോ? ബാഗ് സെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആദ്യത്തിന് കുറച്ച് വെള്ളവും പിന്നെ എന്നിട്ട് എടുക്കണ്ട ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, അത് വെക്കണം. ഫയലിലെല്ലാവരും ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഫയലിൽ നമുക്ക് വേണ്ടത് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് അവിടെ കൊടുക്കണം. ഒറിജിനൽ പാസ്പോർട്ട് 3 പേരുടെ ഒറിജിനൽ പാസ്പോർട്ട് വേണം. പിന്നെ 3 പേരുടെയും ഫോട്ടോസ് വേണം. അത് എത്രണ്ണം വെച്ച് വേണ്ടതെന്ന് എനിക്കറിയില്ല. 3 പേരുടെ ഫോട്ടോസ് വേണം. അബ്രോ പിന്നെ അറിയാം ആദത്തിൻ്റെ ഫോട്ടോസ് ഒന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദത്തിൻ്റെ ഫോട്ടോ കേട്ടോ. ആദത്തിൻ്റെ ഫോട്ടോ പിന്നെ അബ്രുവിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അബ്രുവിൻ്റെ ഫോട്ടോ പോയി. അബ്രുവിൻ്റെ ഫോട്ടോ കണ്ടോ? പിന്നെ എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം 3 പേരുടെ ഫോട്ടോ വേണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദത്തിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ചെല്ലണ്ടെന്നാണ് ഒരു നിയമം എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. ഇത് നമ്മുടെ ആദംകുട്ടൻ്റെ മുൻപത്തെ ഫോട്ടോ കേട്ടോ. മുൻപത്തെ, അതായത് ഫസ്റ്റ് തന്നെ അവന് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തുള്ളൊരു വലിയ ഫോട്ടോ ആണത്. അതിൽ കിടക്കണതാണ് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ 3 പേരുടെ പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് കോപ്പി അല്ല കേട്ടോ, ഒറിജിനൽ പാസ്പോർട്ട് വേണം. പിന്നെ നമ്മൾ മെഡിക്കലിന് പോയതിൻ്റെ ഒരു സ്ലിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു നമ്പറൊക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ മെയിൽ ID ഇതിൻ്റെ റിസീറ്റ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതുണ്ട്. പിന്നെ ഇനി എന്തൊക്കെ വേണ്ടതറിയോ?
നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണല്ലേ. ഫസ്റ്റ് തന്നെ അപ്പോയിൻമെൻറ്റ്, VFSൻ്റെ അപ്പോയിൻമെൻറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, 3 പേരുടെ പാസ്പോർട്ട് കോപ്പി, പിന്നെ ചേട്ടായിയുടെ ഇക്കാമ, ചേട്ടായിയുടെ പാസ്പോർട്ട്, പിന്നെ മറ്റേ നമുക്ക് കിട്ടിയ യെല്ലോ പേപ്പർ. ഇത്ര സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ അറ്റസ്റ്റേഷൻ, നമ്മൾ സൗദി അറ്റസ്റ്റേഷൻ ചെയ്തേക്കണ സർട്ടിഫിക്കറ്റ്സ് ഇല്ലേ, ആ കാര്യങ്ങളും കൂടി വേണം. അത് ഞാൻ വേറെ അന്ന് നമുക്ക് കൊറിയർ എന്നാൽ അതിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അറ്റസ്റ്റേഷൻ്റെ സാധനങ്ങളൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം എൻ്റെ ഒരു ധാരണ അനുസരിച്ച് നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ്. ഇനി അവിടെ എത്തുമ്പോൾ ഇനി എന്തെങ്കിലും അഡീഷണൽ ആവശ്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി എടുക്കുകയും എന്തെങ്കിലും ചെയ്യാമല്ലോ. ഇനി ഒരു പാനും കൂടി എടുത്ത് വെക്കണം. കുറേ നേരം ഞാൻ പാൻ എടുത്ത് വെക്കണം എന്ന് ഓർത്തേക്കണം. പക്ഷെ ഞാൻ മറന്നുപോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിലേ നമ്മൾ വേറെ ആരെയും വിളിച്ച് അവരുടെ നിന്ന് വാങ്ങിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഫസ്റ്റ് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ഫയലൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് അപ്പോയിൻമെൻറ്റ് ടൈമിൽ എത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ എറണാകുളത്തേക്ക് പോകുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബ്ലോക്കാണ്. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നമ്മൾ എത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഉച്ച ടൈമിലൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ എത്തിയിട്ട്, ഞങ്ങൾ അന്ന് മെഡിക്കലിൽ ഇനി പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ സമയം ജോലിക്കാരും കുട്ടികളും ഒക്കെ കോളേജ് ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് നല്ല പോലെ ഉണ്ടാവും. നല്ല ഇതായിരിക്കും. എപ്പോഴെത്താന്ന് അറിയില്ല. വേഗം എത്തിയാൽ മതിയായിരുന്നു. കൂട്ടാ കൊണ്ട് നമുക്ക് കുഞ്ഞ നമുക്ക് അമിതാല മുട്ടല്ലേ, നമുക്ക് പോണ്ടേ? മഞ്ഞില്ലേ? മഞ്ഞുണ്ടാ? കുഞ്ഞപ്പണ്ടാ? ഈശോ അങ്ങോട്ട് വീഴല്ലേ. കിടത്തി താഴ്ത്താണ് കിടക്കണം. വാ മഞ്ഞില്ലേ? അമ്മ പൊക്കോട്ടെന്നാ. ഈശോ ഈ വീഴല്ലേട്ടോ പൊന്നോ. എനിക്ക് ഗുഡ് മോർണിംഗ്. തീ കിടന്ന് എന്നെ തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ എന്നെ തല്ലിയതല്ലേ? ഉറക്കത്തിൽ കിടന്ന് എന്നെ തല്ലുന്നു. വെറുതെ കിടന്നു. അമ്മ കിടന്ന് കരയായിരുന്നു. ഇന്നലെ ഉറക്കത്തിൽ കിടന്ന് അമ്മയുടെ അടുത്ത് അടി എന്ന് പറഞ്ഞു യാതൊരു തല്ലിയെന്നേ. അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സ് മാറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കയറി കഴിഞ്ഞാൽ ഇറങ്ങാനും പറ്റില്ല. കുറെ ക്ലാസ് ഒക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആശാൻ ഇപ്പൊ ഓക്കെയാണ്. ഹാപ്പി അല്ലേ? ദേ കിടന്നു. ഹാപ്പി അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതും കൂട്ടാൻ കിടക്കൂട്ടോ. അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് അമ്മച്ചി പറയണ്ടായി 7 മണിക്ക് എങ്ങാണ്ട് ഡയറക്റ്റ് എറണാകുളം ഫാസ്റ്റ് ഉണ്ടെന്ന്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ടെന്ന്. അപ്പം അതിന് കയറി കഴിഞ്ഞാൽ നമുക്ക് കല്ലൂർ വഴിയേ പോകണ്ടേ. അപ്പം അതിൽ കൂടെ പോകണമെങ്കിൽ നമുക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇവിടെ നിന്ന് വരന്തരപ്പള്ളിയിൽ നിന്ന് ആമ്പല്ലൂർ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എറണാകുളം ഫാസ്റ്റിൽ കയറണം. അപ്പം അതാണ് പ്ലാൻ. അപ്പം മാലയിടുന്ന പോലെ മോനിട്ടതാ. അപ്പാപ്പൻ മാലയിട്ടു, ആദോ മാലയിട്ടു. പോവാണ് ഇനി. സെറ്റായില്ലേ? ഹാപ്പി? ഒരു കുഴപ്പമില്ല കേട്ടോ. ഇന്ന് നേരത്തെ എനിച്ചേക്കണം. 6:30 ആയിപ്പോഴേക്കും എനിപ്പിച്ചിട്ടുണ്ട്. എന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ല. നീ എന്നിട്ട് നോക്കണം. നിനക്ക് എന്നിട്ട് വേണ്ടേ ഫ്ലാസ്കിലുമ്പാ? അമ്മ ബാഗിൽ ഫ്ലാസ്കിലുമ്പം കൊട ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ സെറ്റാക്കി ബാഗ് സെറ്റായിട്ടുണ്ടെങ്കിൽ സിബ് നമുക്ക് അടയ്ക്കാം. ഇനി എന്തെങ്കിലും എടുക്കണം അതിന്? പാപ്പം ബിസ്ക്കറ്റ് പാപ്പ എടുത്തിട്ടുണ്ടമ്മ വേണ്ടേ? പോവണോ? എന്നിട്ട് ഡാൻസ് കളിക്കണ? ഡാൻസ് കളിയ? അമ്മാമ്മോട് പോയി പറയും. അമ്മാമ്മ എവിടെയാ നോക്കി പോയി നോക്കണോ? രാവിലെ തന്നെ ബസ്സുകാർക്ക് ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ചേഞ്ച് എടുത്ത് കൈ പിടിക്കാം. വാതിലടയ്ക്കാൻ എന്തിനാ പോകണ്ടേ നമുക്ക്? ചിരിച്ചു നിൽക്കണേ ചെക്കൻ. എല്ലാവരും ഇപ്പൊ കിണറിന്റെ മുകളിലിരിക്കണേ. നമ്മുടെ അബുറുമുത്തുകാരനെ, അബുറുമുത്ത് അപ്പാപ്പന്റെ കൂടെ സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. സുഖനിദ്രയിലാണ്. ആദ്യം വന്നേ ചെരുപ്പിടാൻ. ഇതിന് ഭയങ്കര പേടിയാണ് ഞാൻ പോവെന്നുള്ളത്. ചെരുപ്പിടൽ പരിപാടി കഴിഞ്ഞല്ലേ? അതോ നടക്കടോ? ബസ് കൂടോ? ഓടിപ്പോവാന്നാ? ആർക്ക്? ആദമിന് ഓടിപ്പോവാന്ന്. ബസ് കൂടോ? ബസ് പോയില്ലേ? അപ്പൊ കുഴപ്പമില്ല. അന്ന് ഞങ്ങൾ പോയപ്പോ ബസ് ഇവിടെ എത്തിയപ്പോ നിർത്തിയിട്ടുണ്ടായിരുന്നു. ബസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നിപ്പോ നമ്മൾ നേരത്തെയല്ലേ ബസ് പോയിട്ടില്ല. നോക്കേ ആമ്പല്ലൂർ എത്തി. അവിടെ നിന്ന് പോന്നപ്പോൾ മഴ പെയ്യണ്ടായിരുന്നില്ലേ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മഴയായി. കുട എടുക്കേണ്ട അവസ്ഥയായി.
ഇനിയിപ്പോൾ ഇങ്ങോട്ട് സൂപ്പർ ഫാസ്റ്റിനോടേക്ക് നീങ്ങണം. KSRTC സ്റ്റാൻഡിലേക്ക് കുറച്ച് KSRTC ബസ്സിനോടേക്ക് കുറച്ചുകൂടെ നീങ്ങണം. ഇവരാണെങ്കിൽ ഫുള്ള് ചെളിയുടെ ഉള്ളിക്കണേ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോടാ സൂപ്പർ ഫാസ്റ്റ് പോണ്ട എറണാകുളം. അയ്യോ ഉറങ്ങിപ്പോ ഫുള്ള് ബ്ലോക്ക് ആയില്ല. കല്ലൂർ എത്തിയിട്ടാ ഞങ്ങള് വേഗം തിന്ന് 9:45 എത്തി. വിചാരിച്ച് നേരം വൈകുന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു മറ്റേ എന്തിനാണ് ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടുന്ന് പോകുന്നത് നല്ലതെന്ന് പറഞ്ഞു. ബസ് നോക്കി എന്നിട്ട് കാറിൽ ഇടയ്ക്കേ ബസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഓട്ടോ വിളിച്ച് എവിടേക്ക് പോകണം? VFS ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ട് വേണം ആദംകൂട്ടന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായി ഓട്ടോറിക്ഷ ഇഷ്ടമായ? ഇവിടുന്ന് കുറേ ഉണ്ടോ ചേട്ടാ? VFS ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി ഭക്ഷണം കഴിക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ അലോഡാണോ എന്ന് എനിക്കറിയില്ല. മിക്കതും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എടുക്കില്ല കേട്ടോ. അലോഡ് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അലോഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈമിന് ഇനിയും കുറച്ചും കൂടി സമയമുണ്ട്. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫ്രഷായി വരുമ്പോഴേക്കും നമ്മുടെ ഏകദേശം സമയമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കാം. അതൊന്നും എന്താ മനസ്സിങ്ങനെ പൂരിയുള്ളൂ. മസാല ദോശ ഇവിടെ ഇല്ല. പൂരിയും ചായയും പൂരിക്ക് ഇതിന് ഉരുളങ്കിഴങ്ങ് കറിയുണ്ട് കേട്ടോ. പിന്നെ ചട്നി, തേങ്ങ ചട്നി, ചായ. അതുകൊണ്ട് ചായ നോക്കിക്കൊണ്ടിരിക്കുക, കഴിക്കണില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ആദ്യം പൂരി കഴിച്ചോ, ചായ കുടിച്ചോ. ഹാപ്പി? അവിടെ ഇരിക്കണില്ല കേട്ടോ. ഒരു സ്ഥലത്ത് ഒതുക്കിയിരിക്കുക. ഒരുത്താൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കണില്ല. ആ കടയിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കലായിരുന്നു. ഞാൻ പിന്നാലെ നടക്കായിരുന്നു. നമുക്ക് പിന്നെ അപ്പോയിൻമെൻറ്റിന് ടൈമുള്ള കാരണം അധികം ടെൻഷനില്ല. നമുക്ക് പയ്യെ ആടിപ്പാടി ആസ്വദിച്ച് പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഫുള്ളൊരു ഹറിബറിയാവും. ഇവനെയും കൊണ്ട് ഓടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നടക്കാൻ പറഞ്ഞു. ഈ അറ്റം വരെ, ബിൽഡിങ്ങിൻ്റെ അറ്റം വരെ അവിടെ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ പാസ്പോർട്ട്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പോട്ടെ പാടാതെ. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായിരുന്നു. അതിനിപ്പോൾ ഇവിടെ വന്നപ്പോഴോ നട്ടപ്പറ വെയിലായി. ഇപ്പം നല്ല വെയിലുണ്ടല്ലോ. അതോ ചൂടെടുക്കുന്നുണ്ടോ? നീ എന്നിട്ട് വേണ്ടേ? പറയടാ. വണ്ടി പാർക്കിംഗ് ഏരിയ ആണ് അത്. വണ്ടി ഇതേ വണ്ടി കണ്ടോ? അതിൻ്റെ ഉള്ളിൽ കൂടെ അവൻ അവിടെ ഇരിക്കട്ടെ. അമ്മ സാധനങ്ങൾ എടുക്കട്ടെ കേട്ടാ. വാ. ഒരു ലോഡ് ഫോട്ടോസ്റ്റാറ്റ് വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? ഇപ്പം വീണ്ടും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകേണ്ട അവസ്ഥയായി പോയി. കാരണം 3 കോപ്പി വെച്ച് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ കുറേ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ കൊണ്ട് പോകാനാണ്. ഇവനൊരു സ്ഥലത്ത് നിൽക്കണില്ല, ഇങ്ങനെ നടക്കാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ കേട്ടോ. കുറേ ചുറ്റലുണ്ടായിരുന്നു. ഇനിയും ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ മോഫ നമ്പർ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ചെയ്ത് കൊടുത്ത് ഇറങ്ങണോ? അവർ സൈറ്റ് പറഞ്ഞു. എനിക്കത് ക്ലിയർ ആയിട്ടില്ല. ഇനി അതും കൂടി ഉണ്ട്. അതിന് വേണ്ടത് അതിന് ജ്യൂസ് മതി എന്ന് പറഞ്ഞേക്കണം. ചോറ് വേണ്ട, ജ്യൂസ് മതി. അപ്പോൾ ജ്യൂസ് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് ജ്യൂസ് കടയുടെ അടുത്തുണ്ടാവോ നോക്കി നോക്കാം നമുക്ക്. വണ്ടികൾ കാണാൻ പറ്റില്ല. എങ്ങനെ കാണാൻ പറ്റിയത്? അതിന് കാണാൻ കണ്ട തല സീറ്റ് വലുതാ, കാണാൻ പറ്റില്ല. ഞങ്ങളിതേ ബസ്സിൽ കയറിയിട്ടാ കല്ലൂർ ഇറങ്ങണം. നീ അതിന് ജ്യൂസല്ലേ? ജ്യൂസ് ഞങ്ങളെ മെഡിക്കൽ സെന്ററിന്റെ അവിടേക്ക് ഒന്ന് പോവാണ്. വേറെ ഒന്നുമല്ല, ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മളോട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞവര്. അത് പക്ഷെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ചോദിക്കാൻ ഇവിടെ തന്നെയാണ് മെഡിക്കൽ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി ആദ്യത്തിന് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ആ സമയം വലിയ കാര്യത്തിൽ കുടിച്ചൊന്നും കേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് ചോദിച്ചു നോക്കത് എന്താണ്. ശരിക്കും വയ്യാണ്ടായിട്ടാ. ഇനി മെഡിക്കൽ സെൻ്ററിലേക്ക് വരേണ്ട ആവശ്യം സത്യത്തിലില്ല. പക്ഷേ ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, അത് നമ്മളോട് ഇത് ചെയ്യാൻ പറഞ്ഞു സിസ്റ്റത്തിൽ. അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കണം. എൻ്റെ ദൈവമേ, ഭയങ്കരമായിട്ട് വയ്യാണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വയ്യാണ്ടായി. ക്ഷീണം. അതന്നെ വയ്യാണ്ടായി. ആദ്യത്തിനും വയ്യാണ്ടായി, എനിക്കും വയ്യാണ്ടായി. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ. സമയം 1:45 റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല.
ചെരുപ്പൂരി ചെപ്പൂരി അടച്ചോ മതി. നമ്മളിതേ വീടെത്തിയിട്ടാ. ആമ്പല്ലൂരൊന്നും വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ വേഗം ബസ് കിട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോന്നു. അബ്രു എവിടെയാണാവോ? അതാ നമ്മുടെ അബ്രുമുത്ത് എന്തിട്ട് ക്ഷീണയാവോലെ. അതാ കണ്ടാ ആ ചെളിയിൽ ഇവിടെ ഫുള്ള് മഴ പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. അവിടെയും മഞ്ഞ വഴിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുണ്ടായി. എന്നാലും വലിയ കാര്യത്തിൽ മഴ ഉണ്ടായിരുന്നില്ല. എൻ്റെ ദൈവം 5 മണി ഈ വീട്ടിലെത്തിയപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഒരു 3 മണിയായപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം കട്ട ബ്ലോക്കായിരുന്നു വഴി ഫുള്ള്. വന്നപ്പോഴും ഭയങ്കര ബ്ലോക്കായിരുന്നു. വയ്യാണ് നിൽക്കുന്നത് സകലമാന സ്ഥലത്തിട്ടിട്ട്. അവരും ഇല്ലയെന്ന് പറഞ്ഞാൽ ഇവിടെ അവരുടെ സൗണ്ടൊന്നും കേൾക്കാനില്ല. ഞാനത് പിടിച്ചേ. ആമ്പലൂര് അവിടെ ഉണ്ടായ അവരൊങ്ങായിരുന്നാ അവരൊങ്ങിറ്റ ചേട്ടനോ കളിച്ചാ ഞാൻ ബിസ്കറ്റ് ചെരുപ്പ് പറക്കി അമ്പടാ ജെംസ് പിടിച്ചൂടാ പോയി വന്നപ്പോഴേക്ക് ആകെപ്പാടെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി മര്യാദയ്ക്ക് പോണില്ല. എനിക്ക് വോമിറ്റിങ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വോമിറ്റ് ചെയ്യാൻ ഇങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 10:30 ആയപ്പോഴേക്കും അവിടെ എത്തി. പക്ഷേ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈം 12 മണിയായി. ഇപ്പോൾ കറക്റ്റ് 12 മണിക്ക് എല്ലാം കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം എനിക്ക് എക്സ്ട്രാ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ടി വന്നു. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത ഫോട്ടോസ്റ്റാറ്റുകൾ കളർ പ്രിൻറ്റുകൾ എടുക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് സമയം അതിന് പോയി ലാഗായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കണുണ്ടായിരുന്നില്ല. അവിടുത്തെ ചേട്ടന്മാരോട് ചോദിക്കുക വീട്ടിൽ നിന്ന് വേറെ ആരും വന്നിട്ടില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേറെ ഉണ്ണിയൂടി ഉണ്ട്, അതുകൊണ്ടാണ് വരാഞ്ഞേ. ഇവ മാത്രമേ ഉള്ളൂ. ഇവരാണെങ്കിൽ നിൽക്കണ്ടേ. അവരുടെ ഡോക്യുമെന്റ്സ് നോക്കണ സമയത്ത് ഇവനെ ഞാൻ നോക്കണം. അവർ എന്നെ ഇങ്ങോട്ട് വിളിക്കും, ഇവന് ഇങ്ങോട്ട് പോവും, ഇവൻ്റെ പിന്നാലെ അങ്ങോട്ട് ഓടണം. അങ്ങനെയൊക്കെയായിരുന്നു. ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഒരു വിധത്തിൽ. എല്ലാ പരിപാടികളും കഴിച്ച് ഞങ്ങളൊരു 5:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പാടില്ല. ഉറക്കം വരാന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാലും ഇവനിരുന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ ഇവൻ ഉറങ്ങുന്ന സമയത്ത് ഞാനും കൂടി കിടന്ന് ഉറങ്ങിയ പെട്ടെന്ന് ഞാൻ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവൻ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. ഞാൻ കണ്ണു തുറന്നിരുന്നു. പക്ഷെ ഇവിടെ വന്ന പിന്നെ ഭയങ്കര ഉറക്കം വരലായിരുന്നു. അബ്രുവിനാണെങ്കിൽ പിന്നെ എൻ്റെ മേത്തുനിന്ന് പിന്നെ പോണില്ല. എനിക്കാണെങ്കിൽ ക്ഷീണമായിട്ട് പാടില്ല. ഇവനാണെങ്കിൽ ഞാൻ ഇനി പോകുന്നുള്ള പേടിയുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മേത്തേക്ക് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കണേ. അപ്പോൾ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാസ്പോർട്ടൊക്കെ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ കിട്ടുമായിരിക്കും. എത്ര ദിവസം എനിക്കറിയാം. ഒരു 10-15 ദിവസം ചിലപ്പോൾ അതിനും എക്സ്ട്രാ വരും. അതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ സ്റ്റാമ്പിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.